ലോകത്തിൻ്റെ അച്ചുതണ്ട് മാറുന്നോ എന്ന് സംശയിക്കുമാറ് രണ്ട് വലിയ നേതാക്കന്മാർ തമ്മിൽ പരസ്പരം ശത്രുതാപരമായ വാചകങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഇവരാണ് ലോകത്ത് ഇന്ന് ശത്രുക്കൾ, രണ്ട് വലിയ നേതാക്കൾ എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഒന്ന്, അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പറയുന്നു, ആയത്തുള്ള അലി ഖാമിനി എന്ന ഇറാൻ്റെ പരമോന്നത നേതാവിനെ ജനങ്ങളെ, നിങ്ങൾ 37 വർഷം അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നു, ഇനി മുന്നോട്ടുകൊണ്ട് പോകരുത്, അദ്ദേഹത്തെ താഴെ ഇറക്കാൻ പുതിയ ആളുകളെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കൂ, അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും തരാൻ അമേരിക്ക തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ അതിനുള്ള മറുപടി എന്താണ് ആയത്തുള്ള അലി ഖാമിനി നൽകുന്നത്? അതിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. ഈ അമേരിക്കയും ഈ പ്രസിഡന്റും മാത്രമാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. സാമ്പത്തിക തകർച്ചയുടെ പേര് പറഞ്ഞ് ജനങ്ങളെ തെരുവിലിറക്കി ആയിരങ്ങൾ ഇവിടെ മരിച്ചു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. 10,000 അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഇതൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടി അമേരിക്ക പുറകിൽ നിന്ന് പിന്തുണയ്ക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ചെയ്തതാണ് എന്ന് ഖാമിനിയും പറഞ്ഞുകൊണ്ട് പ്രതികരിക്കുന്ന രംഗങ്ങൾ മാധ്യമങ്ങളിൽ വാഗ്വാദങ്ങളായി നിറയുന്നത് നമ്മൾ കാണുകയാണ്. എന്തു സംഭവിച്ചു? ആളുകൾ, ഒരുപാട് പേർ അറസ്റ്റിലായി, ഒരുപാട് പേർ മരിച്ചു. അമേരിക്കയിലെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മിറ്റികൾ തന്നെ പറയുന്നു 3,300 പേർ മരിച്ചു, ആയിരങ്ങൾ ഇവിടെ മരിച്ചു വീണു എന്ന് ഖാമിനി തന്നെ പറയുകയാണ്. ഇതിൻ്റെ ഉത്തരവാദിത്വം അമേരിക്കയ്ക്കാണെന്നും അദ്ദേഹം പറയുമ്പോൾ നമുക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളിൽ ലോക നേതാക്കളുടെ പ്രസ്താവനകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന കാര്യം കൂടി ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. വളരെ സന്തോഷകരമായൊരു വാർത്തയുള്ളത്, UAE പ്രസിഡന്റ് നാളെ ഇന്ത്യ സന്ദർശനത്തിനായി വീണ്ടും പുറപ്പെടുന്നു, നാട്ടിലെത്തുന്നു എന്നുള്ളതാണ്. നാട്ടിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി വിപുലമായ ഒരുക്കങ്ങൾ എന്ന് ഫോറിൻ മിനിസ്ട്രി അറിയിച്ചിട്ടുമുണ്ട്. പ്രസിഡൻ്റായ ശേഷം ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ഇത് 3-ാം തവണയാണ് ഇന്ത്യ സന്ദർശിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ കഥ നോക്കിയാൽ 5-ാമത്തെ പ്രാവശ്യമാണ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ഇന്ത്യ സന്ദർശിക്കുന്നത് എന്ന കാര്യം കൂടി അറിയണം. UAEയുടെ പ്രസിഡന്റ് ഇങ്ങനെ ഇന്ത്യയിലെത്തി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കുന്നു. നാളെ ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ എത്രയോ നാളായി നിലനിൽക്കുന്ന അതിശക്തമായ ബന്ധം അതിനപ്പുറത്തേക്കുള്ള തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോവുക, ഇരു കൂട്ടർക്കും ഗുണം കിട്ടുക, ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ സന്ദർശനം തുടരുന്നത് എന്ന കാര്യം തിരിച്ചറിയണം. ഇതൊക്കെ അവസരങ്ങളായി നമ്മുടെ ആളുകൾക്ക് ഗൾഫിൽ, പ്രത്യേകിച്ച് UAEയിൽ മാറട്ടെ. അതുപോലെ UAEക്ക് എന്താണോ നമ്മുടെ ഭാഗത്തുനിന്നുള്ള ആവശ്യങ്ങൾ, ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലോ മറ്റോ ഒരുപാട് ആവശ്യങ്ങളുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരുപാട് താല്പര്യങ്ങളുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് എന്താണ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് UAEക്കും വേണ്ടത്? അതൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സിറിയയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടവും നാച്ചുറൽ ഗ്യാസ് ഫീൽഡും കുറേ കാലമായിട്ട് SDF എന്ന് പറയുന്ന സേനയുടെ നിയന്ത്രണത്തിലാണ്. സിറിയ ഭരിക്കുന്ന ആളുകളുടെ കയ്യിലല്ലായിരുന്നു. ഇന്നത്തോടുകൂടി SDFൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചില എണ്ണപ്പാടങ്ങളും ചില ഗ്യാസ് ഫീൽഡുകളും തിരിച്ചു പിടിച്ചു സിറിയൻ സൈന്യം എന്ന രൂപത്തിൽ റിപ്പോർട്ട് വരികയാണ്. SDFനെ പണ്ട് അമേരിക്ക പിന്തുണച്ച കഥയൊക്കെ ഒരുപാട് പറയാനുണ്ട്, ഇപ്പോൾ ഒന്നും വേണ്ടുന്നില്ല. ഏതായാലും അതൊക്കെ തിരിച്ചു പിടിച്ചു എന്ന അർത്ഥത്തിൽ റിപ്പോർട്ട് വരികയും സിറിയയുടെ ഇപ്പോഴത്തെ ആ സൈനികർ അവർ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുന്നു, കുർദിഷ് മേഖലയിൽ നിന്നൊക്കെ SDFനെ ഓടിച്ചിട്ട് കിഴക്കോട്ട് മാറ്റിക്കൊണ്ടു പോവുകയാണ് എന്ന രൂപത്തിലും റിപ്പോർട്ടുകൾ വരികയാണ്. ദുബായ്ക്കൊരു ലക്ഷ്യമുണ്ട്. 2050 ആകുമ്പോൾ ഇവിടെ തീരെ കാർബൺ എമിഷൻ ഇല്ലാത്ത അന്തരീക്ഷം, റോഡുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതിനുവേണ്ടി RTA നന്നായിട്ട് ജോലിയെടുക്കുന്നുണ്ട്. ഇപ്പോഴേ തന്നെ യൂറോപ്യൻ മോഡലിലുള്ള ബസ്സുകൾ, സീറോ കാർബൺ എമിഷൻ ബസ്സുകൾ, അങ്ങനെയുള്ള യൂറോപ്പിൽ വളരെ സജീവമായി കാണുന്ന, വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും ആധുനികമായിട്ടുള്ള ബസ്സുകൾ, അതിനെ ദുബായ് നിരത്തുകളിൽ ഓടിക്കാൻ വേണ്ടിയുള്ള ശ്രമം തുടങ്ങിയിട്ട് കുറേ കാലമായി. അതുമായി ബന്ധപ്പെട്ട് 750ഓളം ബസ്സുകൾ ഓർഡർ ചെയ്തിരിക്കുന്നതിൽ ഇപ്പോൾ വന്ന കുറേ ബസ്സുകൾ, അതിൽ 40 എണ്ണം ഇലക്ട്രിക് ബസ്സുകളാണ്. ഇനി നമ്മൾ നിരത്തുകളിൽ ഇലക്ട്രിക് ബസ്സുകളും കാണാൻ പോവുകയാണ്. വളരെ സജീവമായിട്ട് അത്തരത്തിൽ ബസ്സുകൾ ഉണ്ടാകും. അങ്ങനെ 2050 ആകുമ്പോൾ ഒരൊറ്റ വാഹനത്തിൽ നിന്നും പുക, പ്രത്യേകിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനത്തിൽ നിന്നും പുക പുറത്തു വരുന്ന ഒരു രീതി ഉണ്ടാവരുത്.
അന്തരീക്ഷത്തിൽ നിന്ന് മാലിന്യം ശ്വസിക്കേണ്ടുന്ന സാഹചര്യം ദുബായിൽ കഴിയുന്നവർക്ക് വന്നു പോകുന്നവർക്ക് ഉണ്ടാകരുത് എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഇപ്പോഴേ തന്നെ സജീവമായിട്ട് RTA മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ റിപ്പോർട്ടുകൾ വരികയാണ്. അഭിമാനത്തോടു കൂടി RTAയുടെ ഡയറക്ടർ ജനറൽ ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. Night updates supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Aryan Bakers, eLessons.net, Explore Education, Kisa Flour Mills, Best Express Cargo, Fira Foods, Dhanvantari Ayurveda, Alusud Cargo, Gold Star Rent-A-Car, Ayurmana Ayurveda, Dr. Rasina Ayurvedic Clinic, Hain Golden Diamonds, Choco World, Abu Dhabi.